ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം സ്വയം വളർത്തിയെടുക്കേണ്ടുന്ന പ്രധാനമായ 5 ഗുണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഷജിത് നടുവിൽ. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വിജയം കൈവരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനം നാം നേടുന്ന നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത്തരം നേട്ടങ്ങൾ നമുക്ക് വെറുതെ കൈവരിക്കാൻ സാധിക്കില്ല. അതിനു പുറകെ ഒട്ടനവധി ഗുണങ്ങൾ, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നാം കൈവരിക്കേണ്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം, ചിന്തകൾ ഉണ്ടാകണം. മാത്രമല്ല, ലക്ഷ്യബോധം നമ്മിലുണ്ടാകണം. അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടാകണം. അത് എങ്ങനെയായി തീരുമെന്ന് സ്വപ്നം കാണാനുള്ള കഴിവുണ്ടാകണം. ജീവിതത്തിൽ നേട്ടം കൈവരിക്കാൻ ആവശ്യമായ പ്രധാനമായ ഗുണങ്ങളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ വിജയം നേടണമെന്നും നമ്മൾ അത്യുന്നതങ്ങളിൽ എത്തണമെന്നും നേട്ടങ്ങൾ പലതും കൈവരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് പൂർണ്ണമായി സാധിക്കുന്നില്ല? ചിലരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിൽ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നതാവാം. ചിലർക്ക് പലപ്പോഴും അതിൻ്റെ അടുത്തുപോലും എത്താൻ സാധിക്കുന്നില്ല. ചിലർ അടുത്തെത്തിയാൽ പോലും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ചിലർക്ക് എന്താണ് തൻ്റെ സ്വപ്നമെന്ന് പോലും തൻ്റെ നേട്ടം എവിടെയാണ് താൻ കൈവരിക്കേണ്ടത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. വ്യക്തമായ ലക്ഷ്യങ്ങളില്ല. ഇത്തരത്തിലുള്ള ജീവിതയാത്രയിൽ നാം എവിടെയും എത്തിച്ചേരുന്നില്ല. അവിടെയാണ് ഈ ചില ഗുണങ്ങൾ നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ പാതകൾ ഉണ്ടാകണം, ലക്ഷ്യബോധങ്ങൾ ഉണ്ടാകണം. അതിനെ നല്ല വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എവിടെയാണ് നാം പോകേണ്ടത് എന്നും എവിടെയാണ് നാം എത്തിച്ചേരേണ്ടത് എന്നും എവിടേക്കാണ് നാം യാത്ര ചെയ്യുന്നത് എന്നും ഏത് രീതിയിലാണ് നാം പോകേണ്ടത് എന്നും അതിനൊക്കെ അവിടെ എത്തിച്ചേരാൻ എന്തൊക്കെ കാര്യങ്ങൾ നാം ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാക്കാനും വ്യക്തിപരമായി കണ്ടെത്താനും സാധിക്കാത്തിടത്തോളം കാലം നമ്മുടെ വിജയം എന്നത് സുനിശ്ചിതമല്ല. അതുകൊണ്ട് തന്നെ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ എത്തിച്ചേരേണ്ടുന്ന പ്രത്യേകമായ നേട്ടങ്ങളുടെ പട്ടികകൾ തയ്യാറാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുവാൻ സാധിക്കുക. അതിന് സഹായിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ. നമ്മുടെയൊക്കെ വിജയം കൈവരിച്ചവരാണ്, അതിനുള്ള യാത്രയിലുള്ളവരാണ്, അത് നേടിയവരാണ്, അത് മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ടവരാണ്, അതിനെ പ്രശംസിച്ചവരാണ്, അതിനെ നാം പലപ്പോഴും നോക്കി നിന്നവരാണ്, മാതൃകകളാക്കിയവരാകാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ചിലരുടെ വിജയങ്ങൾ അസ്ഥാനത്തായി മാറുന്നു, അല്ലെങ്കിൽ നമുക്ക് കൈവരിക്കാതിരിക്കുന്നു? അത് നമ്മുടേതായ ചില കുറ്റങ്ങൾ കൊണ്ടാണ്. അതിനെ ഒന്ന് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്കും നമ്മൾ കാണുന്ന നേട്ടങ്ങൾ, നാം ആഗ്രഹിക്കുന്ന നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഇതൊക്കെ എത്ര കാലഘട്ടമായി അറിയാം എന്ന് നിങ്ങളുടെ മനസ്സുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ആ ചിന്തയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് വ്യക്തമായ ജീവിത നേട്ടങ്ങളെ കൈവരിക്കാൻ സാധിക്കുന്നില്ല? ഇതെല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചിലരെ കുറിച്ച്, ഈ പറയുന്ന പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട തൻ്റെ ലക്ഷ്യങ്ങൾ, പാതി വഴിയിൽ വെച്ച് നമുക്ക് നിർത്തേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങൾ, പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അല്പം കൂടി പോയി കഴിഞ്ഞാൽ ആ നേട്ടം കൈവരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് വർഷങ്ങൾക്ക് ശേഷം നഷ്ടബോധത്തോടുകൂടി, കുറ്റബോധത്തോടുകൂടി സ്വയം നീറു നിൽക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത്? നമുക്ക് തെറ്റായ ഒരു നയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്? എന്തുകൊണ്ട് നമ്മുടെ വ്യക്തമായ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല? ഇതൊന്നും ചിന്തിക്കാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനിയുള്ള യാത്രയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളെ കൈവെളിയിലേക്ക് ഒതുക്കാൻ, നമ്മിലേക്ക് അടുപ്പിക്കുവാൻ, നമുക്കത് സ്വായത്തമാക്കാൻ ഈ ഗുണങ്ങൾ പരിശീലിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് ഗുണകരമാകും. ഏത് നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിലും ആദ്യമായി നാം കാണേണ്ടത് അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. യഥാർത്ഥമായ സ്വപ്നങ്ങൾ നിങ്ങൾ കാണൂ. നിങ്ങളുടെ യഥാർത്ഥമായ നേട്ടങ്ങളെക്കുറിച്ച് അത് നിങ്ങൾ കൈവരിക്കുന്നതായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും. സ്വപ്നങ്ങൾ കാണാൻ ആർക്കും സാധിക്കും. അത് മായാ സ്വപ്നങ്ങളല്ല, മറിച്ച് യഥാർത്ഥമായ സ്വപ്നങ്ങളാകണം.
നമ്മുടെ ബഹുമാന്യനായ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സർ വളരെ വ്യക്തമായി സ്വപ്നത്തെക്കുറിച്ച് നിർവചിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നവയായിരിക്കണം സ്വപ്നം എന്നാണത്. നമ്മുടെ ജീവിതത്തിൽ നാം കൈവരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ ലക്ഷ്യത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുക. ദിവാസ്വപ്നങ്ങളല്ല, മറിച്ച് യഥാർത്ഥമായ സ്വപ്നങ്ങൾ കാണൂ. താൻ നേടിയെടുക്കേണ്ടതായ വിജയത്തിന്റെ നേട്ടങ്ങളുടെ സ്വപ്നം. നമ്മെ ഉറക്കം കെടുത്തുന്നവയായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ എന്നാണ് മുൻ രാഷ്ട്രപതിയായ അബ്ദുൽ കലാം സർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നവയാണോ? ആണ് എങ്കിൽ നിങ്ങൾ വിജയത്തിലെത്തും, നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ അവ ദിവാസ്വപ്നങ്ങളായി മാറും. ആ സ്വപ്നങ്ങളെ മാറ്റുക. നാം ജീവിതത്തിൽ നേടേണ്ടതായ, നമുക്ക് നേടണമെന്ന് നാം ആഗ്രഹിക്കുന്നതായ മനോഹരമായ നേട്ടങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണും. അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി അതിനെ നിങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കണം. ആ സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നവയായിരിക്കണം. അതിനായി അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരേ ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. സോ ഓൾവേസ് ട്രൈ ടു ഡ്രീം ഇറ്റ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് വെറുതെ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കില്ല. പിന്നെ എന്തു ചെയ്യണം? ആ സ്വപ്നങ്ങളെ അതിയായി ആഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ, നാം കാണുന്ന സ്വപ്നങ്ങൾ പൂർണ്ണതയിലെത്തുവാൻ അതിയായി ആഗ്രഹിക്കാൻ, ഡിസയർ ഇറ്റ്, അത് നിങ്ങൾക്ക് സാധിക്കണം. നാം കണ്ട സ്വപ്നങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ പൂർണ്ണമായി കൈവരിക്കാൻ സാധിക്കണമെന്ന് പൂർണ്ണമായി ആഗ്രഹിക്കാൻ സാധിക്കണം. നാം കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായി നമുക്ക് അതീതമായ ആഗ്രഹങ്ങൾ ഉണ്ടാകണം. എന്തു തന്നെയായാലും അമിതമായി നാം ആഗ്രഹിക്കുമ്പോൾ, ആത്മാർത്ഥമായി നാം അതിനെ ആഗ്രഹിക്കുമ്പോൾ അവ നമ്മിലേക്ക് എത്തിച്ചേരും. അതാണ് പ്രകൃതിയുടെ നിയമം. സോ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങളെ മനസ്സുകൊണ്ട് പൂർണ്ണമായും ആത്മാർത്ഥമായും ആഗ്രഹിക്കുക. അതുമാത്രം പോരാ, മൂന്നാമത് മറ്റു പ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ കണ്ട സ്വപ്നം, നിങ്ങൾ അതിയായി ആഗ്രഹിച്ച സ്വപ്നം, അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനെ വികസിപ്പിക്കുവാൻ നിങ്ങൾക്ക് ചെയ്യണം. ഡെവലപ്പ് ഇറ്റ്. ഇതിനെ വളരെ വിശാലമാക്കി കൊണ്ടുവരുവാൻ, വിഷ്വലൈസ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ കണ്ട എൻ്റെ നേട്ടങ്ങളുടെ സ്വപ്നങ്ങൾ, അത് കൈവരിക്കണമെങ്കിൽ ഞാൻ ഏതൊക്കെ വഴികളിലൂടെ യാത്ര ചെയ്യണം, ആരുടെയൊക്കെ കാര്യങ്ങളിൽ എനിക്ക് സഹായങ്ങൾ ആവശ്യമാണ്, ഏതൊക്കെ വഴിയിലൂടെയാണ് ഞാൻ എത്തിച്ചേരേണ്ടത്, അതിനുവേണ്ടി ഞാൻ സ്വരൂപിക്കേണ്ടുന്ന പ്രധാനമായ കാര്യങ്ങൾ എന്താണ് തുടങ്ങി നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ, നാം ആഗ്രഹിച്ചിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ്, നീക്കുപോക്കുകളാണ്, ഏതൊക്കെ രീതിയിലുള്ള പ്രവൃത്തികളാണ് നാം ആ വിജയത്തിലേക്ക് എത്തിച്ചേരുവാനായി ചെയ്യേണ്ടത് എന്ന പൂർണ്ണ ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നവയായിരിക്കണം അടുത്ത സ്വഭാവം. അതിനുവേണ്ടി നമ്മുടെ സ്വപ്നങ്ങളെ, നാം അതിയായി ആഗ്രഹിച്ച സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെ നമുക്ക് വികസിപ്പിക്കുവാൻ, വിഷ്വലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. സോ ട്രൈ ടു ഡെവലപ്പ് ഇറ്റ്. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ വിഷ്വലൈസ് ചെയ്യുവാനും അതിനുവേണ്ടി അതിലെത്തിച്ചേരുവാനായി നാം ചെയ്യേണ്ടുന്നതിനെ കണ്ടെത്തുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ഒരു ജീവിതത്തിൽ നേടേണ്ടുന്ന നേട്ടത്തെക്കുറിച്ച് നാം സ്വപ്നം കാണുന്നു, അമിതമായി നാം അതിനെ ആഗ്രഹിക്കുന്നു, അതിയായി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ആവശ്യമായ നടപടികളെക്കുറിച്ച് പഠിക്കുന്നു, അതിനെ നാം വിഷ്വലൈസ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ, നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ, ആ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ, നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന ഏറ്റവും പ്രധാനമായ സ്വഭാവ ഗുണം ഒന്ന് ദൃഢനിശ്ചയം വേണം എന്നുള്ളത് കൊണ്ടാണ്. ഡിറ്റർമിനേഷൻ, അത് നമുക്കുണ്ടാകണം. നമുക്ക് നാം സ്വപ്നം കണ്ട നേട്ടം കൈവരിക്കുവാനായി ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതിന് തടസ്സമാകുന്ന പ്രതിസന്ധികൾ, നമുക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ തട്ടിമാറ്റിക്കൊണ്ട് ഒറ്റ ലക്ഷ്യബോധത്തോടുകൂടി തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നുവെങ്കിൽ, ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ, നാം കണ്ട സ്വപ്നം, നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങും, നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും. എന്ത് സ്വപ്നങ്ങൾ കണ്ടാലും, ഏത് തരത്തിലുള്ള നേട്ടമായാലും ശരി, അത് സ്വായത്തമാക്കണമെങ്കിൽ, വിജയപഥത്തിൽ എത്തിക്കണമെങ്കിൽ അതിന് അത്യാവശ്യമായി നാം ദൃഢനിശ്ചയത്തോടുകൂടി പെരുമാറാൻ സാധിക്കണം. ഈ സ്വഭാവം നമ്മിൽ പലരിലും ഇല്ലാതാകുന്നു എന്നുള്ളത് കൊണ്ടാണ് പല വ്യക്തികളും
തൻ്റെ നേട്ടങ്ങൾക്ക് അടുത്തെത്തിയാൽ പോലും ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് പരാജയപ്പെടുന്നത്. നാം നടന്നു പോകവേ നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ വിജയക്കൊടി പാറിക്കുവാനായി എത്തുന്നതിന് തൊട്ട് മുൻപ് പോലും നാം പലപ്പോഴും പല പ്രതിസന്ധികളിലും പെട്ട് തിരിച്ചു വരുന്നൊരു രംഗം നാം കാണാറുണ്ട്. നമ്മളാരും വിജയിക്കാറില്ല. പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും ശരി, ഈ പറയുന്ന എൻ്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ, എൻ്റെ നേട്ടങ്ങൾ, ഞാൻ ലക്ഷ്യം വെച്ച നേട്ടങ്ങളെ കൈവരിക്കുവാൻ ഞാൻ മുന്നോട്ട് പോകുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള യാത്ര നിങ്ങളെ വിജയത്തിലെത്തിക്കും. എന്ത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ശരി, അതിൽ തളരാതെ പതറാതെ മുന്നോട്ട് ഞാൻ പോകുമെന്ന ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. ഡിറ്റർമിനേഷൻ അത് നിർബന്ധമാണ്. ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഏത് വിജയങ്ങൾക്കും അത്യാവശ്യമാണ്. നാം കൈവരിക്കേണ്ടുന്ന ഒരു നേട്ടത്തെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് നാം സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തെ നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ അതീതമായി നാം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നാം പ്രവർത്തിക്കുന്നു, അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു, അതിനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിനാവശ്യമായ വഴികൾ നാം കണ്ടെത്തുന്നു. ദൃഢനിശ്ചയത്തോടുകൂടി നാം മുന്നോട്ട് പോകുന്നു. എങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമോ? പറ്റില്ല. അതിനടിസ്ഥാനപരമായി വേണ്ട മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. പരിപൂർണമായ ആത്മസമർപ്പണം അതിന് നമുക്ക് ആവശ്യമാണ്. ഡെഡിക്കേഷൻ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏത് പ്രവർത്തികൾക്കും ആത്മത്യാഗം ചെയ്യുവാൻ നമുക്ക് വേണ്ടത്, അത്യാവശ്യമായി നാം ആഗ്രഹിക്കുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ചിലപ്പോൾ നാം ത്യാഗം ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മുടെ പ്രവൃത്തിപഥത്തിലേക്ക്, വിജയപഥത്തിലേക്ക് എത്തിച്ചേരുവാനായി നാം നഷ്ടപ്പെടുത്തേണ്ടത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയായിരിക്കാം. വ്യക്തികളാകാം, നമ്മുടെ സ്വഭാവങ്ങളാകാം, അതോടൊപ്പം നമ്മുടെ ശീലങ്ങളാകാം, നമ്മുടെ ഏറ്റവും നല്ല വിനോദങ്ങളാകാം, പാഷനുകളാകാം. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, അതൊക്കെ ത്യാഗം ചെയ്തുകൊണ്ട് ഈ ലക്ഷ്യം പൂർണ്ണപഥത്തിലേക്ക് എത്തിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി നാം മുന്നേറുമ്പോൾ അതിന് പരിപൂർണമായ ആത്മസമർപ്പണം, ഡെഡിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വപ്നങ്ങൾ കാണുക, അതോടൊപ്പം തന്നെ നാം കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നതായി അതിനെ അത്യധികം ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ നാം കണ്ട സ്വപ്നങ്ങൾ വിഷ്വലൈസ് ചെയ്ത് യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. അതോടൊപ്പം ദൃഢനിശ്ചയത്തോടുകൂടി ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ആത്മസമർപ്പണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ആ വിജയപഥത്തിനായി ആവശ്യം. ലോകത്ത് വിജയക്കൊടി പാറിച്ച ഒട്ടനവധി പേരെ നാം കാണാറുണ്ട്. അവരുടെയൊക്കെ വിജയം കൈവരിച്ചതിന് ശേഷമാണ് നാം അവരെ അനുമോദിക്കുന്നത്, അവരെ നാം കാണുന്നത്, അവരെ പറ്റി പഠിക്കുന്നത്. ആ വിജയം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തുവാൻ അവരെത്രമാത്രം കഷ്ടപ്പെട്ടു എന്നോ, അവരുടെ ജീവിത വഴിത്താരകൾ എന്താണോ എന്നോ നാം ആരും നോക്കാറില്ല, നാം ആരും പഠിക്കാറുമില്ല. പക്ഷേ അവരുടെ യാത്രകളെ പഠിക്കാൻ, അവരുടെ ജീവിതത്തിൻ്റെ യാത്രകൾ, അവർ കൈവരിച്ച നേട്ടങ്ങളുടെ പിന്നാമ്പുറങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്ത് വിജയിച്ച ഏതൊരു വ്യക്തിയെയും നിങ്ങൾ എടുത്തോളൂ, ഈ 5 പ്രധാനമായ സവിശേഷ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് വ്യക്തമായ സ്വപ്നങ്ങളുണ്ടാവും. ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കും. ആ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളെ വെച്ച് അവർ അതിയായി ആഗ്രഹിക്കും. ആ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി താൻ കണ്ട സ്വപ്നത്തെ വിഷ്വലൈസ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ വഴികളെ തുറക്കുന്നു, വഴികളെ കണ്ടെത്തുന്നു. ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഒരിക്കലും തളരാത്ത മനസ്സുമായി, പതറാത്ത മനസ്സുമായി, ദൃഢനിശ്ചയത്തോടു കൂടി, അതോടൊപ്പം തന്നെ ആത്മസമർപ്പണത്തോടുകൂടി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, ഞാൻ എൻ്റെ ലക്ഷ്യബോധത്തിൽ എത്തിച്ചേരുമെന്ന വ്യക്തമായ ബോധത്തോടുകൂടി, ചിന്തയോടുകൂടി തൻ്റെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ വിജയം കൈവരിക്കാൻ സാധിക്കും. ആ വിജയങ്ങൾ, നേട്ടങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തും. അതിനുശേഷമാണ് നമ്മെ ലോകം അംഗീകരിക്കുക. ലോകം അംഗീകരിക്കുന്ന വിജയിയായി മാറുക. ജീവിതത്തിൽ എപ്പോഴും സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, അതിനെ ആഗ്രഹിക്കുവാൻ സാധിക്കട്ടെ, അതിനെ വികസിപ്പിക്കുവാൻ, വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുശേഷം ഈ പറയുന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി, ആത്മസമർപ്പണത്തോടുകൂടി അത് കൈവെള്ളിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സോ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ 5 പ്രധാനമായ വാക്യങ്ങൾ നിങ്ങൾ മനസ്സിലോർക്കുക. ഡ്രീം, ഡിസയർ, ഡെവലപ്പ്, ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഏത് വിജയത്തെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.